ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ്മ അബ്രഹാം. പ്രധാന വാർത്തകൾ. ഓപ്പറേഷൻ സിന്ദൂറിനെക്കുറിച്ചുള്ള ചർച്ച ഇന്ന് ലോക്സഭയിൽ ആരംഭിക്കും. ചർച്ചയ്ക്കായി 16 മണിക്കൂർ സമയം അനുവദിച്ചതായി കേന്ദ്രമന്ത്രി കിരൺ റിജിജു. ഇന്ത്യയുടെ പരമാധികാരത്തിന് മേൽ ആക്രമണം ഉണ്ടായാൽ രാജ്യം എങ്ങനെ പ്രതികരിക്കും എന്നതിന്റെ തെളിവാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഛത്തീസ്ഗഡിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട കന്യാസ്ത്രീകൾക്ക് നീതി ലഭ്യമാക്കാൻ ഇടപെടണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രിക്ക് കത്തയച്ചു. അതിർത്തി തർക്കം പരിഹരിക്കാൻ തായ്ലൻഡ് കംബോഡിയ ചർച്ച ഇന്ന് മലേഷ്യയിൽ. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഡെ ചെസ് വനിതാ ലോകകപ്പ് ഫൈനലിൽ കൊനേരു ഹംപി ദിവ്യ ദേശ്മുഖ് മത്സരം വീണ്ടും സമനിലയിൽ. ഇന്ന് ടൈ ബ്രേക്കർ. വാർത്തകൾ വിശദമായി. ഓപ്പറേഷൻ സിന്ദൂർ ലോക്സഭ ഇന്ന് ചർച്ച ചെയ്തേക്കും. പഹൽഗാം ഭീകരാക്രമണം, ഓപ്പറേഷൻ സിന്ദൂർ എന്നിവ സംബന്ധിച്ച് പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിൽ പ്രത്യേക ചർച്ചയുണ്ടാകുമെന്ന് നേരത്തെ കേന്ദ്രമന്ത്രി കിരൺ റിജിജു അറിയിച്ചിരുന്നു. 16 മണിക്കൂറാണ് ലോക്സഭയിൽ ചർച്ചയ്ക്കായി സമയം അനുവദിച്ചിരിക്കുന്നത്. നാളെ രാജ്യസഭയും 16 മണിക്കൂർ വിഷയം ചർച്ച ചെയ്യും. पहले हम ऑपरेशन सिंदूर पे चर्चा करेंगे. अगले विषय क्या लेंगे उसका हम बाद में तय करेंगे. मंडे से लोकसभा में 16 घंटे के लिए ऑपरेशन सिंदूर पर चर्चा होगी और ट्यूसडे को राज्यसभा में फिर 16 घंटे के लिए ऑपरेशन सिंदूर पर चर्चा होगी. ഇന്ത്യയുടെ പരമാധികാരത്തിനുമേൽ ആക്രമണമുണ്ടായാൽ രാജ്യം എങ്ങനെ പ്രതികരിക്കുമെന്നതിന്റെ തെളിവാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തമിഴ്നാട്ടിലെ ഗംഗൈക്കൊണ്ട ചോളപുരം ക്ഷേത്രത്തിൽ ഇന്നലെ നടന്ന രാജേന്ദ്ര ചോളൻ ഒന്നാമന്റെ ജന്മവാർഷിക ആഘോഷങ്ങളിൽ പങ്കെടുക്കുകയായിരുന്നു പ്രധാനമന്ത്രി. ഇന്ത്യൻ സേനയുടെ പ്രത്യാക്രമണം രാജ്യത്തിനാകെ ആത്മവിശ്വാസം നൽകിയതായും പ്രധാനമന്ത്രി പറഞ്ഞു. ये पूरे देश में ऑपरेशन सिंदूर ने एक नई चेतना जगाई है, नया आत्मविश्वास पैदा किया है और दुनिया को भी भारत की शक्ति को स्वीकार करना पड़ रहा है. രാജരാജ ചോളനും രാജേന്ദ്ര ചോളനും ഇന്ത്യയുടെ പ്രതാപത്തിന്റെയും വ്യക്തിത്വത്തിന്റെയും പ്രതീകമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഗംഗൈക്കൊണ്ട ചോളപുരം ക്ഷേത്രത്തിൽ പ്രധാനമന്ത്രി ദർശനം നടത്തി. രാജേന്ദ്ര ചോളൻ ഒന്നാമന്റെ സ്മരണാർത്ഥം പ്രധാനമന്ത്രി നാണയം പുറത്തിറക്കി. ആടി തിരുവാതിര ഉത്സവത്തിലും അദ്ദേഹം പങ്കെടുത്തു. 21ാം നൂറ്റാണ്ടിലെ ഇന്ത്യയിൽ പുതുഊർജ്ജത്തോടെ ശാസ്ത്രമേഖല വികാസം പ്രാപിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ ബഹിരാകാശ സ്റ്റാർട്ടപ്പുകൾ അതിവേഗം വളരുകയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ചെറിയ കുട്ടികളിൽ ഉൾപ്പെടെ ബഹിരാകാശ ശാസ്ത്രത്തെക്കുറിച്ച് ജിജ്ഞാസ വളരാൻ ശുഭാൻശു ശുക്ലയുടെ ബഹിരാകാശ യാത്ര സഹായകമായതായും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. സ്വച്ഛ് ഭാരത് ദൌത്യം ഒരു ജനകീയ പ്രസ്ഥാനമായി മാറി. പുരാതന കയ്യെഴുത്ത് രേഖകൾ ഡിജിറ്റൈസ് ചെയ്ത് സംരക്ഷിക്കുന്നതിനായി ആരംഭിക്കുന്ന ഗ്യാൻ ഭാരത് ദൌത്യത്തെക്കുറിച്ചും മൻ കി ബാത്തിന്റെ 124ാം പതിപ്പിൽ പ്രധാനമന്ത്രി പരാമർശിച്ചു. ഉത്തരാഖണ്ഡിൽ മാൻസാദേവി ക്ഷേത്രത്തിലുണ്ടായ അപകടത്തിൽ 8ഓളം പേർക്ക് ജീവൻ നഷ്ടപ്പെട്ട സംഭവത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ദുഃഖം രേഖപ്പെടുത്തി. മരിച്ചവരുടെ അടുത്ത ബന്ധുക്കൾക്ക് 2 ലക്ഷം രൂപ വീതവും പരിക്കേറ്റവർക്ക് 50,000 രൂപ വീതവും സംസ്ഥാന സർക്കാർ നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചു. സംഭവത്തിൽ മുഖ്യമന്ത്രി പുഷ്പർ സിംഗ് ധാമി മജിസ്റ്റീരിയൽ തല അന്വേഷണത്തിന് ഉത്തരവിട്ടു. പ്രദേശത്ത് വൈദ്യുത പ്രവാഹം പടരുന്നുവെന്ന അഭ്യൂഹത്തെ തുടർന്നുണ്ടായ തിക്കിലും തിരക്കിലും പെട്ടാണ് അപകടം. 30 പേർക്ക് പരിക്കേറ്റു. ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടികൾക്കെതിരായ ഹർജികൾ സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് നടത്തുന്ന പരിഷ്കരണം സംസ്ഥാനത്തെ വോട്ടർമാരുടെ സമ്മതിദാന അവകാശത്തെ പ്രതികൂലമായി ബാധിക്കുമെന്ന് ഹർജിക്കാർ ആരോപിച്ചു. എന്നാൽ അനർഹരെ ഒഴിവാക്കി കൃത്യമായ വോട്ടർ പട്ടിക യാഥാർത്ഥ്യമാക്കാനാണ് പരിഷ്കരണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. ഛത്തീസ്ഗഡിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട കന്യാസ്ത്രീകൾക്ക് നീതി ലഭ്യമാക്കാൻ ഇടപെടണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തയച്ചു. കോൺവെന്റിൽ ജോലിക്കെത്തിയവരെ കൂട്ടാൻ റെയിൽവേ സ്റ്റേഷനിലെത്തിയ കന്യാസ്ത്രീകളെയാണ് കസ്റ്റഡിയിൽ എടുത്തതെന്നും പിന്നീട് ഇവരുമായി ആശയവിനിമയം നടത്താൻ കഴിഞ്ഞിട്ടില്ലെന്ന് ബന്ധുക്കൾ അറിയിച്ചതായും മുഖ്യമന്ത്രി കത്തിൽ ചൂണ്ടിക്കാട്ടി. വിഷയത്തിൽ സുതാര്യവും നീതിയുക്തവുമായ നടപടി ഉറപ്പാക്കണമെന്നും മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയോട് അഭ്യർത്ഥിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെയും കർണാടക തീരത്ത് വ്യാഴാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. ശക്തമായ മഴയെ തുടർന്ന് പത്തനംതിട്ട കക്കി ആനത്തോട് ഡാമിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. പമ്പ നദിയുടെയും കക്കട്ടാറിന്റെയും കരകളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണം. വെള്ളക്കെട്ടിനെ തുടർന്ന് കുട്ടനാട് താലൂക്കിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി പ്രഖ്യാപിച്ചു. മുൻ നിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റമില്ല. പത്തനംതിട്ട ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകളായി പ്രവർത്തിക്കുന്ന 8 സ്കൂളുകൾക്കും സുരക്ഷ മുൻനിർത്തി മറ്റ് 15 സ്കൂളുകൾക്കും ഇന്ന് അവധിയാണ്. ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിജയനിർണയത്തിൽ സുപ്രധാന ഘടകമായത് തടസ്സമില്ലാത്ത ചരക്ക് നീക്കമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. വഡോദരയിലെ ഗതിശക്തി വിശ്വവിദ്യാലയത്തിൽ ഇന്നലെ നടന്ന ബിരുദദാന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. आज देश में यदि कोई प्रोडक्ट नॉर्थ ईस्ट में तैयार होता है और वो समय पर दिल्ली या मुंबई के बाजार तक पहुंचता है तो यह लॉजिस्टिक्स सिस्टम की एफिशिएंसी का ही एक प्रमाण है. भारत की जीडीपी में लॉजिस्टिक्स का कंट्रीब्यूशन डायरेक्ट और इनडायरेक्ट दोनों ही तरीकों से इम्पोर्टेंट है. കഴിഞ്ഞ 11 വർഷത്തിൽ ഇന്ത്യൻ റെയിൽവേയിൽ വലിയ മാറ്റം കൊണ്ടുവരാനായതായി ചടങ്ങിൽ പങ്കെടുത്ത കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. ഫിഡെ ചെസ് വനിതാ ലോകകപ്പ് ഫൈനലിൽ ഇന്ത്യയുടെ കൊനേരു ഹംപിയും ദിവ്യ ദേശ്മുഖും തമ്മിലുള്ള രണ്ടാം റൌണ്ടർ മത്സരവും സമനിലയിൽ. ശനിയാഴ്ച നടന്ന ആദ്യ മത്സരവും സമനിലയിൽ അവസാനിച്ചിരുന്നു. ഇന്ന് നടക്കുന്ന ടൈ ബ്രേക്കറാകും വിജയിയെ നിശ്ചയിക്കുക. ആൻഡേഴ്സൺ ടെൻഡുൽക്കർ ട്രോഫി ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ 4ാം മത്സരം സമനിലയിൽ പിരിഞ്ഞു. 2-ന് 174 റൺസുമായി അവസാന ദിനം ബാറ്റിംഗ് പുനരാരംഭിച്ച ഇന്ത്യ 143 ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ 425 റൺസ് നേടി. രവീന്ദ്ര ജഡേജയുടെയും വാഷിംഗ്ടൺ സുന്ദറിന്റെയും കൂട്ടുകെട്ടാണ് മത്സരം സമനിലയിൽ എത്തിച്ചത്. പരമ്പരയിൽ ഇംഗ്ലണ്ട് 2-1 മുൻപിലാണ്. അവസാന മത്സരം വ്യാഴാഴ്ച ഓവലിൽ നടക്കും. അതിർത്തി തർക്കം പരിഹരിക്കുന്നത് ലക്ഷ്യമിട്ട് തായ്ലൻഡും കംബോഡിയയും ഇന്ന് മലേഷ്യയിൽ ചർച്ച നടത്തും. ചർച്ചയിൽ കംബോഡിയൻ പ്രധാനമന്ത്രി പങ്കെടുത്തേക്കും. കംബോഡിയയുമായുള്ള അതിർത്തിയിൽ തായ്ലൻഡ് സൈനിക ഭരണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതിനിടെ സംഘർഷം തുടർന്നാൽ ഇരു രാജ്യങ്ങളുമായുള്ള ഭാവി വ്യാപാര കരാറുകൾ റദ്ദാക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകി. വിവിധ രാജ്യങ്ങൾക്ക് താരിഫ് ഏർപ്പെടുത്തുന്നതിനുള്ള സമയപരിധിയിൽ മാറ്റമില്ലെന്ന് US. താരിഫുകൾ ഓഗസ്റ്റ് 1 മുതൽ തന്നെ പ്രാബല്യത്തിൽ വരുമെന്ന് US വാണിജ്യ സെക്രട്ടറി അറിയിച്ചു. യൂറോപ്യൻ യൂണിയനും ബ്രിട്ടൻ, വിയറ്റ്നാം, ഇന്തോനേഷ്യ, ഫിലിപ്പൈൻസ്, ജപ്പാൻ എന്നീ രാജ്യങ്ങളും ഇതിനകം USയുമായി വ്യാപാര കരാറുകളിൽ ഒപ്പുവച്ചു. യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിൽ നിന്നും അമേരിക്കയിലെത്തുന്ന ഉത്പന്നങ്ങൾക്ക് 15% ചുങ്കം ചുമത്താൻ ധാരണ. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, EU അധ്യക്ഷ ഉർസുല വോൺ ഡെർ ലയൻ എന്നിവരാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. USൽ നിന്നും $750 ബില്യൺ ഊർജ്ജം വാങ്ങാൻ യൂറോപ്യൻ യൂണിയൻ സമ്മതിച്ചതായും ട്രംപ് വ്യക്തമാക്കി. ഇന്ന് ലോക ഹെപ്പറ്റൈറ്റിസ് ദിനം. ഗുരുതരമായ കരൾ രോഗത്തിനും ക്യാൻസറിനും കാരണമാകുന്ന വൈറൽ ഹെപ്പറ്റൈറ്റിസിനെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനായാണ് ജൂലൈ 28-ന് ഹെപ്പറ്റൈറ്റിസ് ദിനം ആചരിക്കുന്നത്. നമുക്ക് തകർക്കാം ഹെപ്പറ്റൈറ്റിസ് എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. പ്രതിരോധ കുത്തിവയ്പിലൂടെ 25 ലക്ഷം കോവിഡ് മരണങ്ങൾ ആഗോളതലത്തിൽ ഒഴിവാക്കാനായതായി വിദഗ്ധ പഠനം. ഇറ്റലിയിലെ കത്തോലിക് യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകർ നടത്തിയ പഠനത്തിലാണ് കണ്ടെത്തൽ. ഓരോ 5400 ഡോസ് വാക്സിനും 1 മരണം വീതം ഒഴിവാക്കാൻ സാധിച്ചതായി പഠനത്തിൽ പറയുന്നു. ദേശീയ വിദ്യാഭ്യാസം ജോലി നേടാനുള്ള മാർഗം മാത്രം ആകരുതെന്നും സ്വന്തം കാലിൽ നിൽക്കാൻ കഴിയുക എന്നതാവണം ലക്ഷ്യമെന്നും RSS മേധാവി മോഹൻ ഭാഗവത്. കൊച്ചിയിൽ ദേശീയ വിദ്യാഭ്യാസ നയത്തെക്കുറിച്ച് സംഘടിപ്പിച്ച നയസംവാദ നേതൃത്വ സമ്മേളനമായ ജ്ഞാനസഭയിൽ ഇന്നലെ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. സമൂഹത്തിന്റെ എല്ലാ മേഖലയുടെയും വികസനം എന്നതാണ് വികസിത ഭാരതം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പരിപാടിയിൽ പങ്കെടുത്ത ഗവർണർ രാജേന്ദ്ര അർലേക്കർ പറഞ്ഞു. ഇടുക്കി കാഞ്ഞാർ പുള്ളിക്കാനം വാഗമൺ റൂട്ടിലെ ചാത്തൻപാറയിൽ യുവാവ് 100ലേറെ അടി താഴ്ചയുള്ള കൊക്കയിൽ വീണു. തൊടുപുഴ വെങ്ങല്ലൂർ സ്വദേശി വിഷ്ണു എസ് നായരാണ് അപകടത്തിൽപ്പെട്ടത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഓപ്പറേഷൻ സിന്ദൂറിനെക്കുറിച്ചുള്ള ചർച്ച ഇന്ന് ലോക്സഭയിൽ ആരംഭിക്കും. ചർച്ചയ്ക്കായി 16 മണിക്കൂർ സമയം അനുവദിച്ചതായി കേന്ദ്രമന്ത്രി കിരൺ റിജിജു. ഇന്ത്യയുടെ പരമാധികാരത്തിനുമേൽ ആക്രമണം ഉണ്ടായാൽ രാജ്യം എങ്ങനെ പ്രതികരിക്കും എന്നതിന്റെ തെളിവാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഛത്തീസ്ഗഡിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട കന്യാസ്ത്രീകൾക്ക് നീതി ലഭ്യമാക്കാൻ ഇടപെടണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രിക്ക് കത്തയച്ചു. അതിർത്തി തർക്കം പരിഹരിക്കാൻ തായ്ലൻഡ് കംബോഡിയ ചർച്ച ഇന്ന് മലേഷ്യയിൽ.
കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഡെ ചെസ് വനിതാ ലോകകപ്പ് ഫൈനലിൽ കൊനേരു ഹംപി ദിവ്യ ദേശ്മുഖ് മത്സരം വീണ്ടും സമനിലയിൽ. ഇന്ന് ടൈ ബ്രേക്കർ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്ത പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.